പൂതത്താൻ കെട്ട് തുണ്ടം വനത്തിൽ മഞ്ഞക്കൊന്ന നിവാരണ യജ്ഞം ആരംഭിച്ചു. വനസമ്പത്തിനും ജന്തുജീവജാലങ്ങൾക്കും ദോഷകരമായ വൃക്ഷമാണ് മഞ്ഞക്കൊന്ന. ഈ വൃക്ഷത്തെ സംസ്ഥാനത്തെ വനങ്ങളിൽ പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് ശ്രമം നടക്കുന്നത്. വനവകുപ്പ്, മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെയും കേരള ഫോറസ്റ്റ് സ്റ്റാഫ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് തുണ്ടം വനത്തിൽ മഞ്ഞക്കൊന്ന നിവാരണ യജ്ഞം നടപ്പാക്കുന്നത്. തുണ്ടംതോട് ഭാഗത്ത് മഞ്ഞക്കൊന്ന വൻതോതിൽ വളർന്നുവരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇവിടെ നിന്നാണ് യജ്ഞം തുടങ്ങിയത്. വലിയ മരങ്ങളുടെ തോൽ ചെത്തിമാറ്റി ഉണക്കുകയും ചെറുമരങ്ങൾ വേരോടെ പിഴുതുമാറ്റിയുമാണ് നശീകരണം. DFO രവികുമാർ മീണ മഞ്ഞക്കൊന്ന നിർമ്മാർജ്ജന യജ്ഞം ഉദ്ഘാടനം ചെയ്തു. മഞ്ഞക്കൊന്ന വനസമ്പത്തിനെ വളരെ ദോഷകരമായി ബാധിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. So if we are not protecting this area, then our future generation, because after some time everybody will be getting retired, I will also be getting retired, but forest department will be there. Because if you are not eradicating such kind of things, and if you are not taking up such kind of issues, then in future it will occupy the complete Malado forest. So in future, if this kind of things are spreading in the forest, then you can see what kind of man-animal conflict will happen. മറ്റു വൃക്ഷങ്ങൾക്കും ചെടികൾക്കും വളരാനുള്ള സാഹചര്യവും ഈ വൃക്ഷം ഇല്ലാതാക്കുന്നുണ്ട്. ജന്തുജീവജാലങ്ങൾക്കും മരം ഭീഷണിയാണ്. തുടർന്നാണ് മഞ്ഞക്കൊന്നയെ സംസ്ഥാനത്തെ വനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ നടപടിയുണ്ടായത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.